പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 15 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. അടുത്ത 5 കൊല്ലം ഇന്ത്യയുടെ ഭാഗത്തെയും ആരുടെ കൈകളിലാണ് എന്നറിയുന്ന അപൂർവ നിമിഷത്തിലേക്ക് നമ്മൾ കിടക്കും. 8:30 ആകുമ്പോൾ ആദ്യ ഫല സൂചനകൾ വന്ന് തുടങ്ങും. പൊന്നാനിയിൽ സമീർ ബിർഗിനെ കുറെ നേരോട് നിൽക്കുന്നുണ്ട്. അയ്യോ സമീറെ, ക്ഷമിച്ചേക്കുക. ഗുഡ് മോർണിംഗ് സമീർ, പറയൂ പൊന്നാനി വിശേഷങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഞാനിപ്പോഴുള്ളത് പൊന്നാനി മണ്ഡലത്തിലെ വോട്ടെണ്ണുന്ന തിരൂർ SSM പോളിടെക്നിക് കോളേജിലാണ്. ഏതാണ്ട് ഇവിടെ സ്ട്രോങ് റൂമുകൾ തന്നെ തുറന്നു എല്ലാ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം എല്ലായിടത്തെയും പോലെ തന്നെ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക. 6681 പോസ്റ്റൽ വോട്ടുകളാണ് പൊന്നാനി മണ്ഡലത്തിൽ മാത്രമുള്ളത്. അവ മലപ്പുറത്തായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ അല്പസമയം മുന്നേ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ പോസ്റ്റൽ വോട്ടുകൾ 8 മണിയോട് കൂടി എണ്ണുകയും അതിനുശേഷം 8:30 കൂടി തന്നെ മറ്റു ബാലറ്റുകളും എണ്ണും. ഏതാണ്ട് ആദ്യ റൗണ്ട് പൂർത്തിയാവുന്നതോട് കൂടി നമുക്ക് തന്നെ പൊന്നാനിയിൽ ചിത്രം മനസ്സിലാക്കുമെന്നുള്ളതാണ് ഇതുവരെ സൂചിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഏതാണ്ട് 9 മണിയോട് കൂടി തന്നെ നമുക്ക് ആദ്യ റൗണ്ട് പൂർത്തിയാക്കാനാകും. 14 ടേബിളുകളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. താനൂരിലുള്ള മണ്ഡലങ്ങളിൽ 14 റൗണ്ട് എണ്ണം നടക്കും. അതോടൊപ്പം തന്നെ താനൂരിൽ 12 എണ്ണവും ഈ റൗണ്ട് നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് പോളിംഗ് ഏജന്റുമാരിൽ നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കും, കൃത്യമായ അപ്ഡേറ്റ്സ് നമുക്ക് നൽകാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മുൻ വർഷങ്ങളിലൊക്കെ തന്നെ തുടക്കം മുതൽ തന്നെ പൊന്നാനിയിൽ UDFന് ഒരു മേൽക്കിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് ഉണ്ടാകില്ല. ഏതെങ്കിലും ഒക്കെ തുടക്കഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ള ചില ഒരു പ്രതീക്ഷയാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പോളിംഗുകൾ എളുപ്പം തന്നെ അതോടൊപ്പം തന്നെ പോളിംഗ് ശതമാനവും ഒപ്പം എക്സിറ്റ് പോളുകളും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ മുഹമ്മദ്, യഥാർത്ഥത്തിൽ ഇവർ എന്നോട് ചാടി നിൽക്കണമെന്ന് പറഞ്ഞില്ലേ? ശരിക്കും ചാടുന്നത് യൂട്യൂബിലെ ഈ ക്യാമറമാൻ ഇങ്ങോട്ട് നോക്കി ക്ലോസ് ദ ക്യാമറ. അപ്പോൾ ഇത് കണ്ടില്ലേ, ചാടി വരുന്ന പ്രേക്ഷകർ, അതായത് വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടെന്ന് നമ്മൾ പറയുന്ന ജീവനുള്ള പ്രേക്ഷകരെയാണ്. ചില പ്രേക്ഷകർ ചോദിക്കും, നമ്മൾ എന്തിനാ ഇടയ്ക്ക് ജീവനുള്ള പ്രേക്ഷകർ കാര്യം ജീവനില്ലാത്ത പ്രേക്ഷകർ ഉണ്ടാകും. ഈ പ്രേക്ഷകർ ജീവനില്ലാതെ വരുമെന്ന് ഞാൻ ജീവിതത്തിൽ ആലോചിച്ചിട്ടില്ല. എന്റെ 40 കൊല്ല എക്സ്പീരിയൻസിൽ അതും സംഭവിച്ചു. അതുകൊണ്ട് ജീവനുള്ള പ്രേക്ഷകരുമായിട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ തത്സമയം ചേരുന്നു. ഇനി വളരെ മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബി എനർജറ്റിക്. നമ്മളോട് സജോ ദേവസ്യ പറയൂ. സജോ, ഹായ് സജോ, പറയൂ. കണ്ണൂരിൽ ഫോട്ടോ ഫിനിഷ് എന്നതാണ് മുന്നണികളൊക്കെ അല്ലെങ്കിൽ അണികളുടെയൊക്കെ ഒരു പറച്ചിലിൽ നിന്ന് നമുക്ക് അനുമാനിക്കേണ്ടത്. ഇവിടെ ഞാനിപ്പോൾ കൗണ്ടിംഗ് സെന്ററിന് മുമ്പിലാണ്. കൗണ്ടിംഗ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരും എല്ലാവരും അകത്തേക്ക് പ്രവേശിച്ച് സർവ്വസജ്ജമാണ്. കണ്ണൂരിനെ സംബന്ധിച്ച് ഒരു കാര്യം വളരെ എടുത്തു പറയേണ്ടതുണ്ട്. ഈ ഫോട്ടോ ഫിനിഷ് അല്ലെങ്കിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം മുന്നണി നേതാക്കളോടൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ ഒരു 20,000 25,000 ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടും, 15,000 പ്ലസ് കിട്ടും എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി കണ്ണൂർ മാറും എന്ന ഒരു പ്രതീതി ഏതായാലും ഇപ്പോഴുണ്ട്. പക്ഷേ തുടക്കത്തിൽ ആദ്യ റൗണ്ടുകളൊക്കെ പൂർത്തീകരിച്ച് രണ്ടാമത്തെ റൗണ്ടോ മൂന്നാമത്തെ റൗണ്ടോ ഒക്കെ പോവുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ ഒരു 5,000 മുതൽ 10,000 വരെയുള്ള ഭൂരിപക്ഷമാണെങ്കിൽ ഒരു കാര്യം ഇപ്പോഴേ പറയാം, മലപ്പട്ടം കുറ്റ്യാട്ടൂർ പഞ്ചായത്തായിരിക്കും വിധി നിർണ്ണയിക്കുക. കാരണം തളിപ്പറമ്പ് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ബൂത്തുകളുള്ളത്. ഏറ്റവും അവസാനം എണ്ണാൻ പോകുന്ന വോട്ടുകൾ തളിപ്പറമ്പ് മണ്ഡലത്തിലെ മലപ്പട്ടം കുറ്റ്യാട്ടൂർ മേഖലയായിരിക്കും. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ ഫോട്ടോ ഫിനിഷിലേക്ക് പോകുവാണെങ്കിൽ അങ്ങനെ ഒരു ലീഡ് ഉണ്ടെങ്കിൽ. മറ്റൊന്ന്, ഒരു 9ാം റൗണ്ട് അതിന് മുൻപ് വിധി നിർണ്ണയിക്കപ്പെടുകയാണെങ്കിൽ കാര്യമില്ല. 9ാം റൗണ്ട് പ്രേക്ഷകർ ഓർമ്മിച്ച് വെച്ചുകൊള്ളുക. 9ാം പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു, ആശംസിക്കുന്നു. വടകരയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ശുഭപ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് ഈ കൗണ്ടിങ്ങിൻ്റെ ആരംഭിക്കാൻ അവസാനത്തെ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. വടകരയിലെ ജനങ്ങൾ ഞങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന് പൂർണ്ണമായിട്ടുള്ള ഉറപ്പാണ്. കംഫർട്ടബിളായിട്ടുള്ള മെജോറിറ്റിയിൽ വടകര ഞങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങളുടെ റെസ്പോൺസിൽ നിന്ന്, അവരുടെ സ്നേഹത്തിൽ നിന്ന്, അവരുടെ പിന്തുണയിൽ നിന്നും, അവരുടെ പങ്കാളിത്തത്തിൽ നിന്നും മനസ്സിലാവുന്നത്. കേരളത്തിൽ 20 സീറ്റും UDF ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എക്സിറ്റ് പോളിൽ പുറത്തു വന്നിരിക്കുന്നത് ഷാഫിയുടെ ചെറിയ തോൽവിയാണ് പ്രവചിച്ചിരിക്കുന്നത്. അല്ല, എക്സാക്ട് പോളിന്റെ റിസൾട്ട് ഇപ്പം അടുത്ത് വരുമല്ലോ. അതാണല്ലോ യഥാർത്ഥ തീരുമാനവും ജനവിധിയും. അതിൽ കാര്യങ്ങൾ അറിയാം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന സമയം തൊട്ടുള്ള എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് പറഞ്ഞതും ഞാൻ അത് കണ്ട് ഇവിടെ വന്നതല്ല, വടകരയിലെ ജനങ്ങളെ കണ്ടു വന്നതാണ്. അവരിലാണ് വിശ്വാസം, അവരുടെ പൊളിറ്റിക്കൽ സെൻസിലാണ് വിശ്വാസം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കുന്നു.
എക്സാക്ട് പോളിൻ്റെ റിസൾട്ട് അല്പസമയം കൊണ്ട് വരുമെന്നുള്ളതുകൊണ്ട് ഇനി എക്സിറ്റ് പോളിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. നടക്കും, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. പാലക്കാട്ടെ പ്രിയപ്പെട്ട ജനങ്ങളുടെ സ്നേഹത്തിൻ്റെയും അവരുണ്ടാക്കി തന്ന ഉയരത്തിൽ നിന്ന് അവരുടെ തോളിലിരുന്നിട്ടാണ് വടകരയുടെ കാഴ്ചകൾ ഞാൻ കണ്ടു തുടങ്ങുന്നത്. ഷാഫി പറമ്പിലാണ് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ സംസാരിക്കുകയായിരുന്നു. ഇനി അരുൺ പാറക്കൽ നമുക്കൊപ്പം ചേരുന്നു. അതിനിടയ്ക്ക് ശിവൻ വലിയ വീടനൊരു ഡയലോഗ് അടിച്ചിരിക്കുന്നു. ഒരു ചത്ത പ്രേക്ഷകൻ വന്നെന്ന്. പ്രേക്ഷകർ മരിക്കുന്നില്ല, അഥവാ അങ്ങനെ ഉണ്ടായാൽ ഞങ്ങൾ ജീവൻ വെച്ച് എഴുന്നേൽപ്പിച്ചിട്ടു അല്ലേ, അതിന് ഞങ്ങൾ വിശ്രമിക്കൂ. നമ്മൾ പറഞ്ഞ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കുറിച്ചാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന പ്രേക്ഷകർ നമ്മൾ അരുൺ പാറക്കലിലേക്ക്. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് അരുൺ, കാസർഗോഡ് കാര്യങ്ങളൊക്കെ നേരെ പോകുന്നുണ്ടോ? SKN ഇനി 10 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് പെരിയയിലുള്ള കേരള കേന്ദ്ര സർവകലാശാലയിലാണ്. ഇവിടെയാണ് വോട്ടെണ്ണൽ. എന്തായാലും ആദ്യ 5 റൗണ്ട് വോട്ടെണ്ണി തീരുമ്പോഴേക്കും കാസർഗോഡ് മണ്ഡലത്തിലെ ഏകദേശത്തിലുള്ള ഒരു ഫലസൂചന അത് പുറത്തു വരും. ആർക്കാണ് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാവുക, ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് ആദ്യ 5 റൗണ്ട് എണ്ണി തീരുമ്പോൾ മനസ്സിലാവുമെന്നാണ് നമുക്ക് മനസ്സിലാവും. എന്തായാലും 2019 ഇത് തന്നെയാണ് സംഭവിച്ചത്. ആദ്യ 5 റൗണ്ട് എണ്ണി തീരുമ്പോഴായിരുന്നു അന്നത്തെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് ഉയർത്തിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് ആ ആധിപത്യം തുടരുന്നൊരു കാഴ്ച ഉണ്ടായത്. എന്തായാലും ഇത്തവണയും അതുതന്നെയാണ് ഉണ്ടാവുക എന്നാണ്. അതായത് ആദ്യ 5 റൗണ്ടിൽ തന്നെ ഒരു ഫലസൂചന പുറത്തു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ LDFനെ സംബന്ധിച്ചാണെങ്കിൽ കല്യാശ്ശേരി, പയ്യന്നൂർ മണ്ഡലങ്ങൾ അതായത് 13 റൗണ്ട് എണ്ണി തീരുമ്പോഴേക്കും ഈ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ പൂർത്തിയാകും. ആ സമയത്ത് അതായത് 13 റൗണ്ട് എണ്ണി തീരുമ്പോഴേക്കും വ്യക്തമായ ലീഡ് ഉയർത്തിയില്ലെങ്കിൽ LDFനെ സംബന്ധിച്ച് പിന്നീടൊരു തിരിഞ്ഞുനോട്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ലീഡ് ഉയർത്തുക എന്നതായിരിക്കും LDFനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം. പയ്യന്നൂര്, കല്യാശ്ശേരി, തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് ഇതാണ് ഇടതുകോട്ടകൾ. ഈ ഇടതുകോട്ടകളിൽ ആധിപത്യം ഉണ്ടായാൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാവുള്ളൂ, അതായത് വ്യക്തമായ ലീഡ് ഉണ്ടാവുള്ളൂ. മഞ്ചേശ്വരം, ഉദുമ, കാസർഗോഡ് ഈ 3 മണ്ഡലങ്ങളാണ് UDFനെ സംബന്ധിച്ച് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കോട്ടകൾ. ആ കോട്ടകൾ ഇളകാതെ സൂക്ഷിക്കുക, അതാണ് UDFനെ സംബന്ധിച്ചുള്ളത്. എന്തായാലും ഇനി 10 മിനിറ്റ് മാത്രമാണുള്ളത്. ഏവരും ഉറ്റുനോക്കുകയാണ്. ലീഡ് ആര് ഉയർത്തും, ആദ്യഘട്ടത്തിൽ ആരായിരിക്കും ലീഡ് ഉയർത്തുക എന്നതാണ് ശ്രദ്ധേയം. SKN. ഓക്കെ, അരുൺ പാറക്കൽ, താങ്ക് യു. കാസർഗോഡ് അരുൺ പാറക്കൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി 8 മിനിറ്റേ ഉള്ളൂ. വിജയകുമാർ, നമ്മുടെ എനർജറ്റിക് ആകേണ്ട കാര്യമുണ്ട്. പോസ്റ്റ്ലോട്ടിന്റെ കണക്കപ്പോൾ തന്നെ നമ്മൾ പറയും. അത് കഴിഞ്ഞാൽ ഉടനെ EVM തുറക്കും, അതിന്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവസാന വോട്ട് എണ്ണി റിസൾട്ട് പറഞ്ഞ് ഇന്ത്യ ആരുടെ കൈകളിൽ ഇതേ എന്നാ വിദേശ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനെ തോപ്പിച്ചിട്ട് വന്നു. ഓക്കെ. അപ്പൊ എന്തായാലും നന്നായി. അപ്പൊ BP ജെയിംസ് ഇവിടെ തന്നെ വന്നിട്ടുണ്ട് അല്ലെ. 7 മിനിറ്റേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ മാമങ്കം കാണാൻ BP ജെയിംസ് സെൻട്രൽ ന്യൂസ് ഡെസ്കിലുണ്ട്. അത് BP ജെയിംസ് പുലി ഇറങ്ങി എന്ന് പറയുന്നത് നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അല്ലേ? 7 മിനിറ്റ്. അല്ല. അടുത്ത 5 കൊല്ലം ഇന്ത്യ ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുന്ന ഈ എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞത് മാത്രമാണോ യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത്? ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു വിജയകുമാർ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാനൊരു പ്രതിജ്ഞ എടുത്തു. അതായത് ഈ എക്സിറ്റ് പോളുകൾ തെറ്റാണെന്ന് വന്നാൽ മേലിൽ നമ്മൾ 24 എക്സിറ്റ് പോൾ എടുക്കത്തില്ല. ശരി, കാരണം ഇതേ കൂടുതൽ നാണക്കേട്. കാര്യം എക്സിറ്റ് പോൾ നടത്തിയവർക്കല്ല ഇപ്പൊ നല്ല ടെൻഷൻ ആയിരിക്കും. കാര്യം അവരെങ്ങാനും തെറ്റിപ്പോയാ പിന്നെ കുളിച്ചാലും നനച്ചാലും തീരത്തില്ല. നാട്ടുപുറത്തൊക്കെ ഇതൊരു സയൻസ് ആണ്. എക്സിറ്റ് പോളും എടുക്കുന്ന കണക്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഒരു ദിശാസൂചികയാണോ അതോ നേരെ തിരിയുമെന്നുള്ള 2004 പോലെ കംപ്ലീറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിപാടി നിർത്തി. എക്സിറ്റ് പോൾ ഇല്ല, കുഴപ്പമില്ല. പിന്നീട് മാറ്റി പറയാലോ. അഭിപ്രായ ഇരുമ്പൊലൊക്കെ ഒന്നുമല്ലല്ലോ. ഒന്ന് പറഞ്ഞു പിന്നെ ഒന്ന് മാറ്റി പറഞ്ഞു. രാഷ്ട്രീയക്കാരൊക്കെ എപ്പോഴും 6 മിനിറ്റാണ്. ഭാവിയായി 6 മിനിറ്റ് മാത്രം ബാക്കിയാണ്. 6 മിനിറ്റ് ഉള്ളപ്പോ പ്രിയപ്പെട്ട യൂട്യൂബിലൊക്കെ 1.25 ലക്ഷത്തോളം പ്രേക്ഷകർ അല്ലെ, വിളിച്ചാൽ വിളി കേൾക്കുന്ന പ്രേക്ഷകർ വന്നു കഴിഞ്ഞു. വെളിപ്പുറത്തുള്ള പ്രേക്ഷകർ നമ്മൾ വിളിക്കും. ചിലപ്പം ഈ പ്രേക്ഷകർ വള്ളപ്പാടകലല്ല അല്ല, എന്റെ നരിപ്പറ്റേ എന്തോ എന്ന് വിളി കേട്ടോണ്ട് നരിപ്പറ്റ എഴുന്നേറ്റ് വരും വേണമെങ്കിൽ അല്ലെ. നരിപ്പറ്റ ഞെട്ടി കാണുക. ഒരു വിളിച്ചാൽ വിളി കേൾക്കുന്ന പ്രേക്ഷകരെ കൊണ്ട് നിറയട്ടെ. അപ്പൊ ഒരു കാര്യം, ഒരുപാട് പ്രേക്ഷകർ യൂട്യൂബിലേക്ക് ഈ ചാടി വരുന്നു. കണ്ടില്ലേ നമ്മുടെ സ്ക്രീനിൽ ഈ പ്രേക്ഷകരൊക്കെ ജീവനുള്ള പ്രേക്ഷകരാണ്. ഇവരെ വിളിച്ചാൽ വിളി കേൾക്കും. അപ്പോൾ സുലൈമാൻ അബ്ദുൽ ഖാദറിനെ പോലെ ആളുകളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പതുങ്ങിയിരിക്കുന്നുണ്ട്.
അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെ ചാടി ചാടി വരികയാണ്. ഇത് കൂടാതെ ടെലിവിഷൻ സ്ക്രീനിന് മുന്നിൽ ലോകമെമ്പാടും മലയാളി പ്രേക്ഷകർ ഇരിക്കുന്നു. 8 മണിയാകാൻ അവർ കാത്തിരിക്കുകയാണ്. എല്ലാ ജോലികളും ഉപേക്ഷിച്ച് അവധിയൊക്കെ എടുത്ത് കപ്പലണ്ടിയും കുറിച്ചിരുന്ന് അല്ലേ ടെലിവിഷൻ സ്ക്രീനിൽ കാണാനായിട്ട് കാത്തിരിക്കുന്ന അസംഖ്യം പ്രേക്ഷകർ നമുക്കുണ്ട്. അവരാണ് നമ്മുടെ കരുത്ത് മിസ്റ്റർ വിജയ് കുമാർ ആൻഡ് ആഷ്മി. ലേലം വിളിക്കരുതെന്ന് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലേലം വിളിക്കരുത്. ലേലം വിളിച്ചാല് വിജയനെ ലേലം ചെയ്ത് കൊടുക്കും. ഒരുപാട് ചെലവാകും. കാര്യം പഴയ വസ്തുക്കൾക്ക് വലിയ മാർക്കറ്റ്. ചിലപ്പോൾ മോഹൻലാൽ തന്നെ വാങ്ങിച്ചുണ്ടു. പഴയ വസ്തുക്കൾ ഒത്തിരി പഴയ വേറെ ഓക്കെ. അപ്പൊ എന്തായാലും നല്ല കാര്യമാണ്. ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് പ്രേക്ഷകർ വരികയാണ്. നമുക്ക് സന്തോഷമുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു, ഈ ഫ്ലവേഴ്സ് നെറ്റ്വർക്കിലെ 500ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹത്തായ ടെലിവിഷൻ സംപ്രേഷണമാണ് നിങ്ങൾ ലോകമെമ്പാടും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംപ്രേഷണത്തിൽ 500 പേര് ഇതിൽ നിന്ന് പങ്കെടുക്കുന്നെങ്കിൽ 5 ലക്ഷത്തിലധികം ആളുകൾ ചിലപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ടാകും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാ പ്രേക്ഷകരും 24 മുന്നിൽ അണിനിരക്കുക. നമ്മൾ പിന്നെ ഈ ഫലിതം പറയുന്നതിനകത്ത് പറ്റുന്ന ഒരു കുഴപ്പം കൂടെ ഞാൻ പറയാം ആഷ്മി. നമ്മൾ അതിവേഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നർമ്മത്തിന്റെ നേമ്പൊടിയൊക്കെ നമ്മൾ സ്വീകരിച്ച് മേമ്പൊടി സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില പിഴവുകൾ ഉണ്ടാവും. ചിലത് ചളമാവും, ചിലത് നാറ്റക്കേസാവും. പ്രേക്ഷകർ ഇന്നത്തേക്ക് ക്ഷമിച്ചേ പറ്റൂ. സദയം ക്ഷമിക്കുക. നമ്മൾ മുൻകൂർ ജാമ്യം തേടുകയാണ്. കാര്യം ഇന്ന് അടുത്ത 5 കൊല്ലം ആര് ഇന്ത്യ ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന ദിവസമായതുകൊണ്ട് നമ്മൾ ശരിക്കും ആ ടെൻഷൻ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ പറയും അല്ലേ? 4 മിനിറ്റ്. അതായത് വോട്ടെണ്ണൽ ആരംഭിക്കാൻ 4 മിനിറ്റ്. നമ്മുടെ സ്ക്രീനിൽ ഒരിക്കൽ കൂടി പരിചയപ്പെടുന്നു. സ്ക്രീനിന്റെ ഏറ്റവും ടോപ്പിൽ ലോക്സഭയിൽ 543 സ്ഥാനാർത്ഥികൾ. ഒരു സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിട്ടുണ്ട്. അവിടെ ഒരു എതിർ സ്ഥാനാർത്ഥി മരിച്ചു പോയതുകൊണ്ട് ഒരാൾ ഓട്ടോമാറ്റിക്കായിട്ട് തട്ടിക്കപ്പെട്ടതുകൊണ്ടാണ് അവിടെ പത്രിക പിൻവലിച്ചു. സോറി, മരിച്ചല്ല, പിൻവലിച്ചു. അവിടെ ഒരു സ്ഥാനാർത്ഥി NDA വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 540 തൊട്ടിപ്പുറത്ത് ഒന്ന് ഇന്ത്യ സഖ്യം. അതുപോലെ എക്സിറ്റ് പോൾ പറഞ്ഞതാണോ ഫലം എന്നൊക്കെ അറിയാൻ മറ്റുള്ളവരുടെ. അപ്പോൾ ഏറ്റവും ആദ്യം ലോക്സഭയിൽ 543. അത് കഴിഞ്ഞാൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ UDF, LDF, NDA ഇതിൽ 3-6 എന്ന് തീരുമാനിക്കും. അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 20 മണ്ഡലങ്ങളിലൂടെയുള്ള ഈ 24ന്റെ യാത്ര. ഇനി വലത്തോട്ട് പോയാൽ, ഇടത്തോട്ടും പോകുന്നല്ലേ പറയുന്നത്. അപ്പോൾ വലത്തോട്ട് പോയാൽ, അതായത് 24ന്റെ ലോഗോ ഇതിന്റെ തൊട്ട് താഴെ നിങ്ങൾ കാണുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ ലീഡ് നിലയും അതുപോലെ സ്ഥാനാർത്ഥികളും ഒക്കെയാണ്. അതിന്റെ തൊട്ട് താഴെ ഞങ്ങൾ 3 യമ കിങ്കരന്മാർ അല്ലെ, ഞങ്ങൾ നിന്ന് കാര്യങ്ങളൊക്കെ പറയുന്നു. ഇരിക്കട്ടെ, അതിന്റെ താഴെയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിന്റെ താഴെ സ്ഥാനാർത്ഥികൾ ഒരു നല്ല ചിത്രമൊക്കെ വെച്ച് മനോഹരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടമൊക്കെ വെച്ച് വിജയികളെ കൂടി അല്ലെങ്കിൽ പരാജിതരെ അല്ലെങ്കിൽ വിജയികളെ പ്രാധാന്യങ്ങളെ പരിചയപ്പെടുത്തും. അതിന്റെ താഴെ മഹനീയമായ പരസ്യങ്ങൾ. 3 മിനിറ്റ്. ആ സമയം ആഗതമാകുന്നു. നിങ്ങളെല്ലാം റെഡിയല്ലോ? നിങ്ങൾ റെഡിയല്ലേ? ഞങ്ങൾ സെൻട്രൽ ന്യൂസ് ഡെസ്ക് എല്ലാം ഒന്ന് കൈയടിച്ച് റെഡിയാക്കോ. ഓക്കെ, ഇവിടെ എല്ലാവരും റെഡിയാണ്. ഒന്ന് വൈഡ് സ്ക്രീനിൽ കാണിക്കൂ. അവിടെയൊക്കെ സന്തോഷമൊക്കെ നാട്ടുകാരൊന്ന് കാണട്ടെ. നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്ക് ഒക്കെ വളരെ ആവേശത്തിലാണ്. എല്ലാവരും ഒരിക്കൽ കൂടി കൈയടിക്കൂ. അതാണ് ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത്. വിജയകുമാരെ കണ്ടുപിടിക്കുക. കൈയടിക്കാൻ പറയാം. യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുക. നേരത്തെ 2 മിനിറ്റ് ആയിരുന്നല്ലോ. ഒരേ ഒരു മിനിറ്റ്. 1 and 1 അല്ലേ? ഇംഗ്ലീഷ് അങ്ങനല്ലേ? അപ്പൊ ഇപ്പൊ ഒരു സംഭവം ഉണ്ട്. 1.5 ലക്ഷത്തിലേക്ക് യൂട്യൂബ് കടന്നു. 1.5 ലക്ഷം. 1.5 ലക്ഷത്തിലേക്ക് കടന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യൂട്യൂബിലുള്ള 1.5 ലക്ഷം അല്ല, കോടിക്കണക്കിന്, അല്ല കോടി വേണ്ടല്ലേ, ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ലോകമെമ്പാടും ഇരുന്ന് ഈ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ. ഇനി നമ്മൾ ഒറ്റ പോക്കാണ്, ഒരു പോക്ക്. ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് അടുത്ത 5 കൊല്ലം എന്നറിയാൻ എവിടെങ്കിലും എണ്ണി തുടങ്ങിയിട്ടുണ്ടോ നോക്കിയായിരുന്നു. എന്നിട്ട് നടക്കുന്നുണ്ടോ? 30 സെക്കൻഡ് കഷ്ടിച്ചേ ഉള്ളൂ. ഇതൊരു ഉത്സവമാണ്. ജനാധിപത്യത്തിന്റെ മഹനീയമായ ഉത്സവമാണ് ഇവിടെ. 20 സെക്കൻഡ്. ജനാധിപത്യത്തിന്റെ 20 സെക്കൻഡ്. നമുക്ക് 50 തൊട്ട് കൗണ്ട് ഡൗൺ ആണ്. 20 സെക്കൻഡ് മൗനം. 9 കൗണ്ട് ഡൗൺ. 9 അല്ല 10. വിജയകുമാർ കൗണ്ട് ഡൗൺ.
അല്പസമയത്ത് ആദ്യം തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങാൻ പോകുന്നു. തപാലാണോ ആദ്യം എണ്ണുന്നത്? തപാലാണ്. ഒരു 8:15 കൂടിയാണ് EVM എത്തുക. രണ്ടും ഒരേ സമയം വേണ്ടി പോവുകയാണ്. എന്തായാലും 8:15 ആദ്യ സൂചന. 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങാൻ പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അടുത്ത 5 വർഷം തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടും കടലിനക്കരെ ഇരിക്കുന്ന ആളുകൾ കൂടി കേൾക്കാൻ വേണ്ടി ലോകമാസകലം പറയരുത്, വ്യാകരണമായ തെറ്റാണ്. അപ്പോ ലോകമാകെയുള്ള പ്രേക്ഷകരെ ഇതാ വോട്ടെണ്ണൽ തുടങ്ങി. വിജയകുമാർ, യു ആർ കറക്റ്റ്. യുവർ മലയാളം വളരെ വൈകിയാണെങ്കിൽ മനസ്സിലാകും ഞാനായിരുന്നു ശരിയെന്നുള്ളത്. ലേലത്തിന് വെച്ചെന്നുള്ള പിൻവലിക്കുന്നു. ഇനി ഈ ഒരു വസ്തുവിനെ നമുക്ക് വിടാൻ പറ്റത്തില്ല. ഓക്കെ, റെഡി. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമ്മൾ തപാൽ വോട്ടെണ്ണുന്നതിന്റെ ഫലസൂചനകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏത് സമയവും അത് വരും. അത് വന്നാൽ അപ്പോൾ തന്നെ നമ്മൾ അങ്ങ് തകർക്കും. നമ്മൾ തകർക്കുന്നല്ല, നമ്മൾ പിന്നെ ഒരു ഒറ്റ പോക്കാ. ഇവിടെ ആരെങ്കിലും വീഴുന്നുണ്ടോന്നൊക്കെ നിങ്ങൾ നോക്കിക്കോണം. ഒറ്റ പോക്കാണ് അല്ലെ? വീണാൽ താങ്ങിയെടുക്കാൻ നിങ്ങൾ ഉണ്ടല്ലോ തീർച്ചയായിട്ടും. പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങി. ടോബി ജോൺസൺ പറയുന്നു കോട്ടയത്ത് പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങിയെന്ന് പറയുന്നു. 7:55 മാവേലിക്കര സ്ട്രോങ് റൂം തുറന്നതെന്ന് പറയുന്നു. അതെന്താ വൈകിയല്ലോ? 7:55 തുറന്നാൽ പുതുപ്പള്ളി തുറക്കാൻ വൈകി ചാവി കാണാൻ പോയൊരു കഥ ഉണ്ടായിരുന്നു പുതുപ്പള്ളിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.